السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, നമ്മുടെ 65ാമത്തെ ക്ലാസ്സിലേക്കാണ് ഷറഹിന്റെ ക്ലാസ് പ്രവേശിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 15ാമത്തെ ഫായിദയിൽ നമുക്ക് ഏറ്റവും പഠിക്കാനും ഉതകുന്നതുമായ എന്നൊരു ചർച്ചാ വിഷയമായ ഒരു വിഷയം തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ ഹയാത്ത് കാലത്തും മരണകാലത്തും സന്ദർശിക്കുക എന്ന വിഷയം. അതിൽ 3 പള്ളികളിലേക്കുള്ള ഹദീസിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച അതിന്റെ ബാക്കി തുടരുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അവറുകളുടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്കുകളാണ് നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മൽ മഷാഹിദു, അപ്പോൾ മഖ്ബറകൾ, മഷാഹിദ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഔലിയാക്കളും സാലിഹ്യങ്ങളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറകൾ, അത്തരം ഒരു മഖ്ബറകളാകുന്നത് പല തത്തസാവ, അത് എല്ലാം ഒരു ഗ്രേഡിലല്ല. കാരണം ഫഇന്ന ബറകത സിയാറതിഹാ അലാ ഖദ്രി ദറജാതിഹിം ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ആ മഹാന്മാർക്കുള്ള സ്റ്റാൻഡേർഡുകളുടെ കണക്കനുസരിച്ചുകൊണ്ട് അവരെ സന്ദർശിക്കുന്ന സമയത്ത് ബർക്കത്തുകളും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് എല്ലാവരും സമന്മാരായിട്ടല്ല അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അമ്പിയാക്കളിലും ഔലിയാക്കളിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഓരോ മഹാന്മാർക്കും അതിൻ്റെതായ സ്ഥാനം എങ്ങനെയാണോ അള്ളാഹുവിന്റെ അടുക്കലെങ്കിൽ അവർ കിടക്കുന്ന ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് പോയി ആ മഹാന്മാരെ സന്ദർശിക്കുമ്പോൾ അതിനനുസരിച്ച് സന്ദർശകർക്ക് ബർക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. നഅം എങ്കിലും ലൗകാന ഫീ മൗളിഇല്ല മസ്ജിദ ലഹു, പള്ളിയില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലം, പള്ളിയില്ലേ അവിടെ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ മഷ്ഹദ് എങ്കിൽ ഫലഹുർ റിഹ്ലതു ഇലാ മൗളിഇൻ ഫീഹി മസ്ജിദുൻ, പള്ളി ഉള്ളതായിരിക്കുന്ന ഒരു പ്രദേശത്തേക്കുള്ള യാത്ര അവന് അനുവദനീയമാണ്. പള്ളിയില്ലാത്തൊരു സ്ഥലത്ത് മഖ്ബറ മാത്രമേ ഉള്ളൂ. എന്നാൽ പള്ളി ഇല്ലടത്തേക്ക് എന്ത് ചെയ്യാം, അവന് യാത്ര ചെയ്യാൻ അനുവദനീയമാണ്. വയന്തഖിലു ഇലൈഹി ബിൽ കുല്ലിയത്തി ഇൻഷാഅ, അപ്പൊ ഉദ്ദേശമുണ്ടെങ്കിൽ അത് രണ്ടിനും ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാം. പള്ളിയും മഖ്ബറയുമുള്ള പ്രദേശത്തേക്ക് ഒന്നാകെ നീങ്ങാം, അതിന് വിരോധമില്ല. ഇങ്ങനെയെല്ലാം ചർച്ച കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവര് ഹദീസ് ഉദ്ധരിച്ച ആ കഥയാണല്ലോ സംഭവിച്ചു പറയുന്നത് അല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തന്റെ ഷറഹിൽ, ഏതാ ഷറഹ് ബഹുമാനപ്പെട്ടവരാ, സബിൽ ഹിദായത്തി വർറഷാദ് എന്ന് പറയുന്ന ആ കിതാബിലൂടെയുള്ള ഉദ്ധരണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുമ്മലൈത്ത ശൈരി, ഞാൻ അറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ. ഹൽ യംനഉ ഹാദൽ ഖായിലു മിൻ ശദ്ദിർ റിഹാലി ഇലാ ഖുബൂരിൽ അംബിയാ മിസ്ലു ഇബ്രാഹീമ വ മൂസ വ യഹ്യ വ ഗൈരിഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം, മൂസ, യഹ്യ, അതല്ലാത്ത മറ്റു പ്രവാചകന്മാർ, ഈ മഹാന്മാരൊക്കെയുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രദേശത്തേക്ക് ഈ വാഹനങ്ങൾ കെട്ടിയുള്ള യാത്രയെ ഇത് പാടില്ല എന്ന് പറയുന്ന ആൾ ഇവിടേക്കുള്ള യാത്രയെ തടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ. ഫൽ മൻഉ മിൻ ദാലിക ബിഗായത്തിൽ ഇഹാലതി, അങ്ങനെ അധികം തടുക്കുന്നുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റത്തൊരു മോശമായ ഒരു സംഗതി തന്നെയാണ്, മുഹാലായ ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ തടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ തടുക്കാൻ പാടില്ല എന്നല്ലേ, അത്തരം ഒരു കാര്യം അയാൾ തടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ മോശമായ ഒരു കാര്യമാണ്. ജവ്വദാലിക്ക, അല്ല അമ്പിയാക്കൾ അന്ത്യവിശ്രമം പുണ്യ മഖ്ബറകളിലേക്ക് യാത്ര ചെയ്യാം, വാഹനങ്ങളൊക്കെ ഒരുക്കി യാത്ര ചെയ്യാൻ പറ്റൂല എന്ന് ഈ 3 പള്ളികളിലേക്കല്ലാതെ ഒരു യാത്രയില്ല എന്ന് പറയുന്ന ഇയാൾ അമ്പിയാക്കൾ കിടക്കുന്ന ഖബറിലേക്ക് യാത്ര ചെയ്യാം എന്നൊരു അനുമതി സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പിന്നപ്പോ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തതായ സ്വാലിഹീങ്ങൾ,
ഔലിയാക്കൾ, ഉലമാക്കൾ ഇവർ കിടക്കുന്ന ആ പ്രദേശത്തുനിന്ന് പോയി ബർക്കത്ത് നേടുവാനും പുണ്യങ്ങൾ നേടുവാനുമുള്ള സന്ദർശനം ഇതേ അർത്ഥത്തിലല്ലേ ഉള്ളതുള്ളൂ. ഇത്തരം കാര്യങ്ങളിലേക്കുള്ള യാത്രയുടെ ആവശ്യത്തിൽ ഇതും പെടുക എന്നുള്ളത് വല്ല വിദൂരമായൊരു കാര്യമൊന്നുമല്ലല്ലോ. കമാ അന്ന സിയാറത്തുൽ ഉലമാഇ ബിൽ ഹയാത്തി മിനൽ മഖാസിദി ഹാദാ ഫിർ റിഹ്ലത്തി. മഹാന്മാരായ അള്ളാഹുവിന്റെ ഉലമാക്കൾ, ഉഖറവിയായ ഉലമാക്കൾ അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ അവർ സന്ദർശിക്കുന്നത് എങ്കിൽ അത്തരം ഒരു മഹാന്മാർ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്ര ഇത്തരം കാര്യപ്പെട്ടതല്ലേ. പിന്നെ മരിച്ചതിന് ശേഷം എന്താ യാത്രക്ക് പറ്റാത്ത കേട്? ഇതിൽ അത്ഭുതപ്പെടാനുണ്ട് ഈ മാനിഅന്റെ കാര്യം. അപ്പൊ ആ തടുക്കുന്ന കാര്യത്തിൽ ഒരർത്ഥവുമില്ല, നിരർത്ഥകമാണ്, ബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിനെ കുറിച്ചോ അംബിയ ഔലിയ ഉലമാക്കളുടെ സ്ഥാനമാനത്തെക്കുറിച്ചോ ഇയാൾക്കറിയില്ല എന്ന് പറയാം എന്ന് നമുക്ക് ഈ വായന എന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്താ ആ പറഞ്ഞ ഷറഹിലെ വാക്കുകളുടെ അവസാനിച്ചു. ഇനി പറയുന്നു സാലിഹ്, وَإِذَا قَدَّرْنَا وُقُوعَ اخْتِلَاطِ النِّسَاءِ بِالرِّجَالِ فَنَحْتَاجُ إِلَى أَن نُنْكِرَ الْمُنكَرَ مِنْ حَيْثُ هُوَ. പിന്നെ ഇവിടെ നമുക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, വണ്ടൂര്, അതുപോലെ തന്നെ മമ്പുറം, പുത്തമ്പള്ളി, വെളിയങ്കോട്, പൊന്നാനി എന്നീ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശങ്ങളിലൊക്കെ സ്ത്രീ പുരുഷ കൂടിച്ചേരലിനെ സംഭവിക്കുന്ന ഒരു സംഭവം ഞങ്ങൾ സങ്കല്പിക്കാറുണ്ടല്ലെന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർ കൂടിക്കയറുന്നുള്ളൊരു പരിപാടിയാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെ ചെയ്യേണ്ട പണി എന്താ? ഫനഹ്താജു ഇലാ അൻ നുൻകിറ മുൻകറ മിൻ ഹൈസു ഹുവ. ആ പരിപാടി തെറ്റായ ഒരു കാര്യമാണ്, ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്ന ഹൈസിയത്തിൽ കൂടെ തന്നെ മുൻകറാണെന്ന നിലപാട് വെച്ചുകൊണ്ട് ആ മുൻകറിനെ നമ്മൾ ഇൻകാർ ചെയ്യൽ, അതിനെ തടുക്കാൻ നമ്മൾ ആവശ്യമായി വരും. അതുകൊണ്ട് വലാ നത്റുഖു ഇൽ അംറൽ കുല്ലിയ ലിൽ അംറിൽ ജുസ്ഇയ്യി. ഒരു ജുസ്ഇയായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കുല്ലിയായ ഒരു കാര്യത്തെ നമ്മൾ ഉപേക്ഷിക്കുകയില്ല. ജുസ്ഇ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാര് ഇസ്ലാമിന് നിരക്കാത്ത രീതിയിൽ ഇവിടെ കൂടിക്കലർന്ന ജുസിയായ കാര്യമാണത്. കുല്ലിയായ കാര്യം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖബറകൾ സിയാറത്ത് ചെയ്യലും അതിനുള്ള യാത്രകളും പണം ചെലവഴിക്കലും ഒക്കെ പുണ്യമായ കാര്യമാണ്. ഇങ്ങനെ കുല്ലിയായ പുണ്യമായ ഒരു കാര്യത്തെ അത്തരം ഒരു ചെറിയൊരു നിസ്സാരമായ കാര്യമാണ്, നിസ്സാരമല്ല ഗൗരവം തന്നെയാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി പാടെ നിരാകരിക്കുകയോ അത് ഇല്ലാതെയാക്കുകയോ അല്ല വേണ്ടത്. ആ മുൻകറായ കാര്യത്തെ തടുക്കുക ശ്രമിക്കുകയാണ് വേണ്ടത്. ഖാലൽ മഖരി റളിയല്ലാഹു അൻഹു ഫിൽ ഇർഷാദ്, തന്റെ ഇർഷാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഖരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീ ബാബിൽ ജിഹാദ്, യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആ ജിഹാദിന്റെ അധ്യായത്തിൽ എന്തു പറയുന്നു? വജാസ റംയു നിസാഇൻ തുതർറിസ ബിഹിന്ന, സ്ത്രീകളെ മറയാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ അവരോട് നേരിടേണ്ടതിന് പകരം സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു യോദ്ധാവിനെ തടുക്കുന്ന രംഗം വരികയാണ് എങ്കിൽ അത് കാരണം വെച്ചുകൊണ്ട് ആ സ്ത്രീയെ അമ്പെയ്തുകൊണ്ട് എറിയാമെന്ന് ജായിസാണെന്ന് ഇർഷാദിലൂടെ യുദ്ധത്തിന്റെ കാര്യം വിവരിക്കുന്ന കൂട്ടത്തിൽ മഖി എന്നൊരു പറയുന്നു. എന്താണ് ഇവിടെ? അനിസ്ലാമികമായ ഒരു പരിപാടിയാണ്, യുദ്ധത്തിൽ സ്ത്രീ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ സ്ത്രീയെ ഇറക്കി, ആ സ്ത്രീയെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ കാരണമായിട്ട് ഒരു ശത്രുവിനോട് നേരിടാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്ത്രീയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ യുദ്ധം നിരാകരിക്കുകയോ യുദ്ധം ഇല്ലാതെയാക്കുകയോ ചെയ്യാൻ പാടില്ല. പുണ്യമായ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം. അതിൽ വന്ന അനർത്ഥമായ അനിസ്ലാമികമായ തെറ്റായ കാര്യം അതിനെ ഇല്ലാതാക്കാൻ നടക്കുകയാണ് വേണ്ടത് എന്നതിന്റെ അർത്ഥം. വഖദ് ഹളറൽ ഹസനുൽ ബിസ്രി റളിയല്ലാഹു അൻഹു വഇബ്നു സീരീന റഹ്മഹുമുല്ലാ, ഈ രണ്ട് മഹാന്മാര് ഫീ ബഅദിൽ ജനായിസ്, ചില മയ്യത്ത് ഉള്ള സദസ്സിൽ ഒരുമിച്ച് കൂടി. വകാന ഫീഹ, ആ ചില മയ്യത്തുകളുള്ള ആ സദസ്സിൽ ലഗത്തുൻ, അപശബ്ദങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പൊ ഫഅറാദ ഇബ്നു സീരീന അൻ യർജിഅ, ആ സദസ്സ്, ആ മയ്യത്തിന്റെ ആ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സീരീന അവറുകൾ എണീറ്റ് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഫഖാല ഹസൻ ബിസ്രി റളിയല്ലാഹു അൻഹു,
മറ്റൊരു പണ്ഡിതനായ ഹസൻ ബിസ്രി റളിയല്ലാഹു അൻഹു ഇബ്നു സീരീൻ തങ്ങളോട് ചോദിച്ചു, ലൗ കുല്ലമാ റഅയ്നാ ബിദ്അതൻ തറക്നാ സുന്നതൻ, നമ്മളൊരു ബിദ്അത്തിനെ കാണുമ്പോഴെല്ലാം ആ ബിദ്അത്തുണ്ടല്ലോ എന്നും പറഞ്ഞ് സുന്നത്ത് ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? ലഖദ് തറക്നാ സുനനൻ കസീറ, അങ്ങനെ വരികയാണ് എങ്കിൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യ ഗൗരവബോധത്തോടുകൂടി ഇബ്നു സീരീന എന്ന് പറയുന്ന പണ്ഡിതനോട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താ അതിന്റെ അർത്ഥം? ഒരു ബിദ്അത്ത് അവിടെ ഉണ്ടെങ്കിൽ ആ ബിദ്അത്ത് കാരണം വെച്ചുള്ള സുന്നത്ത് കളയുകയല്ല വേണ്ടത്. ആ സുന്നത്തിനെ എടുക്കുവാനും സ്ഥാപിക്കുവാനും ഈ ബിദ്അത്തിനെ ഇല്ലാതെയാക്കുവാനുമാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ധ്വനി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ മൗലൂദ് ഓതണ്ട എന്ന് പറഞ്ഞാൽ ആ സുന്നത്തായ കാര്യം കളയുകയല്ല വേണ്ടത്, അത് എടുക്കണം, എന്നിട്ട് ആ ബിദ്അത്തിനെ ഒഴിവാക്കണം. കൂട്ടുപ്രാർത്ഥന നടത്തണ്ട എന്ന് പറഞ്ഞാൽ അത് പേടിച്ചുകൊണ്ട് ബിദ്അത്ത് കയറ്റിയിട്ട് ആ സുന്നത്തായിരിക്കുന്ന കർമ്മം ഇല്ലാതെയാക്കുകയല്ല വേണ്ടത്, അത് ചെയ്യുകയാണ് വേണ്ടത്. കുനൂത്തോതൽ സുന്നത്തില്ല എന്നൊരു ബിദ്അത്തുകാരൻ പറയുകയാണെങ്കിൽ അത് സുന്നത്ത് കുനൂത്തോതലാണ്. അപ്പൊ ആ സുന്നത്തിനെ അവിടെ നിലനിർത്തുകയാണെന്ന് ഉദാഹരണമായി പറയുകയാണ്. അവർ സുന്നത്തിനെ കളയുകയല്ല ബിദ്അത്തിന് വേണ്ടി എന്ന് മനസ്സിലാക്കാം. ഫഫഹം എന്നിട്ട് പറയുന്നു മഹാൻ, ഈ കൗലുകളും ഈ പണ്ഡിതന്മാരുടെ മൊഴികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പൊ വിവരമുള്ള ആളുകൾക്ക് തമ്മിൽ തന്നെ ഇങ്ങനെ പറ്റുമ്പോൾ നല്ല വിവരസ്ഥനായ ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ ഉണർത്തി കൊടുക്കാം എന്നും കൂടി കൂട്ടത്തിലുണ്ട്. അയാളൊരു പണ്ഡിതനല്ലേ, അയാൾക്കത് അറിയൂലേ, ഞാൻ എങ്ങനെ ഉണർത്തിക്കൊടുക്കും എന്നവിടെ ശങ്കിച്ച് നിൽക്കുകയല്ല വേണ്ട. അള്ളാഹുവിന്റെ ദീൻ സുന്നത്ത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ കാര്യം പറഞ്ഞു കൊടുക്കുക. റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന ആ കിതാബിന്റെ ഷറഹിൽ ഇമാം സക്കരിയ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. വഖരീബൻ മിൻഹു മാ ദക്കറു ശൈഖ് മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ അദ്നി ഫീ ശറഹി തറാജിം അൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് തറാജിം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ തറാജിമിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ അദ്നി റളിയല്ലാഹു അൻഹു ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിനോട് അടുത്തൊരു സംഭവം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തഖ്വയുള്ള വറഇന്റെ പണ്ഡിതന്മാരൊക്കെ കണ്ടത് എത്ര ഗൗരവമായിട്ടാണ് സുന്നത്തിനെ നിലനിർത്താൻ. ബിദ്അത്തുണ്ടെന്നും പറഞ്ഞ് പേടിച്ചൊഴിവായിക്കല്ല, ആ ബിദ്അത്തിനെ നിരാകരിക്കുകയല്ല പരിപാടിയും ചെയ്യുകയാണ് വേണ്ടത്. ഇനിയൊരു ചോദ്യവും ഉത്തരവും നമുക്ക് വായിക്കാം. വസുഇലൽ ഇമാമുൽ അല്ലാമത്തു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബാ മഖ്റമ എന്ന് പറയുന്ന മഹാനവറുകളോട് ചോദിക്കപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? ലൗ കാന തുത്ബഉ ജനാസത്തും ബി അൻവാഇൻ മിനൽ മുൻകറാത്തി കഖുറൂജിൻ നിസാഇ വഖ്തിലാത്തിഹിന്ന ബിർറിജാലി ഹൽ യകൂനു മഅദൂറൻ ബി തർക്കിൽ ഖുറൂജി ഇദാ ലം യുംകിൻഹു നഹിയൽ മുൻകർ. ഇതാണ് ചോദ്യം. എന്താ ചോദ്യത്തിന്റെ സാരാംശം? മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ മയ്യത്ത് അവിടെ ഉണ്ട്, എന്താവട്ടെ മരിച്ചൊരു വീട്ടില് അവിടുന്ന് മയ്യത്തിനെ കട്ടിലാക്കി കൊണ്ടുപോകാന്ന് വെച്ചോളി, അല്ലെങ്കിൽ അവിടെ ഉള്ള സദസ്സാന്ന് വെക്കും, അവിടെ സ്ത്രീകളെല്ലാവരും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ കൂടി ചേരലുണ്ട്. ഇങ്ങനെയുള്ളതായ ഇസ്ലാമിൽ വെറുക്കപ്പെട്ടതായ നിഷിദ്ധമായ കാര്യം അവിടെ കണ്ടു. അങ്ങനെ തുടർത്തപ്പെടുകയാണ് എങ്കിൽ ഹൽ യകൂനു മഅദൂറൻ ബി തർക്കിൽ ഖുറൂജി, ഇത് കണ്ട ഒരാൾക്ക് അത്തരം ഒരു വിഷയത്തിൽ പുറപ്പെടാതെ മയ്യത്തിന്റെ മറ്റു പല കാര്യങ്ങളും പങ്കെടുക്കാതെ ആ ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നതിൽ ഇത്തരം ആളുകൾക്ക് കാരണമുണ്ടോ? അയാൾക്ക് കാരണം നൽകാൻ പറ്റുമോ? എപ്പോ ഈ തെറ്റിനെ തടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇയാൾക്ക് തടുക്കാൻ കഴിയില്ല, ഇയാൾ പറഞ്ഞ കേൾക്കൂല്ല. ഈ രൂപത്തിലാണ് അവിടെ അനിസ്ലാമിക പ്രവണതകൾ സുന്നത്തായ ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ തെറ്റിനെ തടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആ പുണ്യമായ അമൽ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. ഫഅജാബ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബാ മഖ്റമ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക. ലാ യുത്റകുൽ ഹഖ്ഖു ലിൽ ബാത്തിലി, ഹഖിനെ ബാത്തിലിന് വേണ്ടി ഉപേക്ഷിക്കപ്പെടൂല. ഹഖ് ഹക്കായി നിലനിർത്താനുള്ള ശ്രമം അവിടെ നടത്തണം. ഇതൊരു ബാത്തിൽ കണ്ടതുകൊണ്ട് എന്തിനു ഹഖ് കളയണം? ഹഖ് ഉപേക്ഷിക്കുകയല്ല ബാത്തിലിന് വേണ്ടത്. പിന്നെയോ ഇത്തരം മോശമായ ഒരു കാര്യങ്ങൾ അവിടെ കണ്ടാൽ, ആ പുണ്യമായിരിക്കുന്ന അമലുകളാവുന്ന ജനാസയിൽ കണ്ടാൽ, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കണ്ടാൽ,
അവൻ പുറപ്പെടുന്ന കാര്യത്തിൽ അത്തരം ഒരു കാര്യത്തെ തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കട്ടെ, കഴിവുണ്ടെങ്കിൽ അതവൻ ചെയ്യണം. അതാണ് ശ്രമിക്കേണ്ടത്. ഇനി ഒരു കഴിവില്ല, വാക്കുകൊണ്ടും കഴിവില്ല, ശാരീരികമായും കഴിവില്ല, പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനത്തെ ചുറ്റുപാടാണ് എങ്കിലോ ഇന്നൊക്കെ നമ്മളത് പോയി പറഞ്ഞാൽ അവിടെ മരിച്ച ബോധമൊന്നും ആർക്കും ഉണ്ടാവൂല, അതിന്റെ ബേക്കിൽ കൂടി ലഹള കൂടും. ഇങ്ങനത്തെ ഒരു സന്ദർഭം സംജാതമായാൽ ഈ ആൾക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇയാൾ കുറ്റക്കാരനാകുമോ? ഇല്ല. അയാൾ ആ സദസ്സിൽ പങ്കെടുക്കുന്നു, മാനസികമായി അയാൾ വെറുക്കുന്നു. കാരണം മൂന്നാമത്തെ പടിയല്ലേ കൽബ് കൊണ്ട് വെറുക്കുക എന്നുള്ളത്. ആ ഹൃദയം കൊണ്ട് അയാൾ ഇതിനെ വെറുത്തു. പടച്ചവനെ, എന്നെ കൊണ്ട് 2 ഘട്ടവും കഴിയൂല, മൂന്നാമത്തെ ഘട്ടം അല്ലാഹുൽ ഈമാൻ എന്ന് പറഞ്ഞില്ലേ, കൽബ് കൊണ്ട്. അപ്പൊ ആ കൽബ് കൊണ്ട് ഇതാ ഞാൻ ഈ മുങ്കറാത്തിനെ വെറുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ അയാൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് വരെ അയാൾക്ക് കൂലി നൽകപ്പെടുകയാണ്. അല്ലാതെ ഒരു ബാത്തിലിന് വേണ്ടി അക്കുപേക്ഷിക്കുകയല്ല, ആ ഹക്കിന് വേണ്ടി എങ്ങനെയൊക്കെ കൂടാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത് എന്നാണ്. എത്ര വലിയ സുന്ദരം നമ്മുടെ മതം. വഖദ് അജാബ ഇബ്നു അബ്ദിസ്സലാം ബിജവാബിൻ ത്വീൽ മുവാഫിഖൻ ലിമാ ദകർനാ. ഇങ്ങനൊരു പണ്ഡിതൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വലിയ പണ്ഡിതനാണ് ഇബ്നു അബ്ദിസ്സലാം. അദ്ദേഹവും നീണ്ടതായൊരു മറുപടി നമ്മൾ ഈ പറഞ്ഞതിനോട് സമമായി യോജിക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അഅലം. ഇൻതഹാമിൻ ഫതാവാൽ അദ്നിയ. അദ്നിയ എന്നവരുടെ ഫതാവയിൽ പറഞ്ഞ വിഷയമാണ് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞു. ഇങ്ങനെ മഹാന്മാര് പലവരും ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് വിശകലനം ചെയ്തിട്ട് പറയുന്നത് തെറ്റുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ തെറ്റിനെ അവിടെ നിലനിർത്തിയിട്ട് മൗനിയായിട്ട് സ്വന്തം പുണ്യം നേടുന്ന കാര്യം പോലും ഉപേക്ഷിക്കാൻ പാടില്ല. ആ കാര്യം നേടുക തന്നെ വേണം. ഹക്കിനെ നിലനിർത്തേണ്ട ക്രമത്തിൽ നിർത്തിയിട്ട് തെറ്റിനെ എങ്ങനെയൊക്കെയാണോ നേരിടാൻ പറ്റുക അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ ഇങ്ങനെ സംശയിക്കേണ്ട ആരും ചില മൗലിദ് യോഗങ്ങളിലും മൗലിദിന്റെ സദസ്സുകളിലും അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സ്വാലികളൊക്കെ ഒരുമിച്ച് കൂടുന്ന അവരെ വരവേൽക്കുന്ന സദസ്സുകള്, ദിക്റിന്റെ സദസ്സുകള്, ഇങ്ങനെയുള്ള പുണ്യ സദസ്സുകളിൽ ഒരു ദഫടി ശബ്ദം കേൾക്കുന്നു, ദഫടിക്കുന്നു. ഇത്തരം ദഫടികൾ അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ വിധി എന്താകുന്നു? അത് ഹറാമില്ല. അത് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. തെളിവ് പറയാം. ഫഖദ് ഖാല ശൈഖ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫീ കിതാബിൽ സവാജിർ. മഹാനവറുകളുടെ സവാജിർ എന്ന് പറയുന്ന കിതാബുകളുണ്ട്. ഒരുപാട് മുങ്കറാത്തുകളും ഒരുപാട് കബീറാത്തും വിവരിക്കുന്ന കിതാബാണ് സവാജിർ. ആ സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ അഗ്രഗണ്യനായ മുത്തഖിയായ ആ മുതാഖിരിൽപ്പെട്ട മുഹഖിഖായ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, വല്ലാ സഹു, ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, ഹില്ലു മഅദൽ കൂബത മിനത് തുബൂൽ, ചണ്ടകൾ മദ്ദളങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മദ്ദളങ്ങളിൽ കൂബയല്ലാത്ത ഏതുണ്ടോ അതൊക്കെ ഹലാലാണ്. കൂബ എന്താണെന്ന് ശേഷം പറയാം. ഇത് ഹലാലാണ്, ചണ്ടകളിൽ കൂബ ഒഴികെയെന്നാണ്. കമാ ഫറഹ ബി ശൈഖാനി വഗൈറുഹുമ. ഈ കാര്യം കൊണ്ട് റാഫി ഇമാമും നവവി ഇമാമും അല്ലാത്തൊരു വ്യക്തമായി പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കിയതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളും പറയുന്നുണ്ട്. ഇനി റാഫി ഇമാമിന്റെ ഇബാറത്ത് നോക്കുക. ഇബാറത്തു റാഫിഈ, ഇമാം റാഫിയുടെ ഇബാറത്ത്. വഫിൽ ഇഹ്യാഇ, ഗസ്സാലി ഇമാം തങ്ങളുടെ ഇഹ്യാ എന്ന് പറയുന്ന കിതാബിലും കാണുന്നത്, ലാ യഹ്റുമു സൗതു ത്വബിരിൻ, ചണ്ടയുടെ ശബ്ദം ഹറാമാവുകയില്ല. ഏത് ചണ്ട? ഇല്ലത്തി ബില്ലദീ യുസമ്മൽ കൂബ, കൂബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചണ്ടയുണ്ട്, മദ്ദളം. അത്തരം മദ്ദളം ഒഴിച്ച് മറ്റുള്ള ചണ്ടയുടെ ശബ്ദം കേൾക്കുന്നതിന് ഹറാമില്ല. വഹുവ, ഈ കൂബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് തുബിലും തവീലും മുത്തസവു തുർഫൈനി, 2 ഭാഗവും വിശാലത, നടു ഉടുസായത്, അങ്ങനത്തെ ഒരു ചണ്ട. ലയ്യഖൂസ് വസ്ത്, നടു ഉടുസാണ്, 2 ഭാഗവും വിശാലതയുണ്ട്, അങ്ങനത്തെ ഒരു മദ്ദളമുണ്ട്. ആ ഒരു മദ്ദളം കൊട്ടലും ഉപയോഗിക്കലും അതിന്റെ സൗണ്ടും ഹറാമാണെന്നാണ് ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അല്ലാത്ത കുടിസില്ലാത്ത വിശാലമായതൊക്കെയാണ് ഒരുപോലെ എങ്കിൽ അത്തരം ചെണ്ടകൾ കൊട്ടുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നു.
وقال شيخ حجة الإسلام الغزالي رحمه الله تعالى في كتاب السماع من الإحياء ഇഹിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സമാഇനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമുണ്ട്, കിതാബ് ഇട്ടിട്ട്. ആ കിതാബിൽ ഹുജ്ജത്തുൽ ഇസ്ലാം ശൈഖ് അവർഗുൽ ഗസാലി തങ്ങൾ പറയുന്നു, ഫതറന്നമു ബിൽ കലിമാത്തിൽ മുസജ്ജഅതി അൽ മൗസൂനതി യുഅതാദു ഫി മവാളിയ ലി അഗ്റാദി മഖ്സൂസ തർതബിതു ബിഹാ ആസാറും ഫിൽ ഖൽബി. ഹൃദയത്തിൽ ഫലം സിദ്ധിക്കുന്ന വിധത്തിൽ ബന്ധമുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ ഘടനകളിലൊത്ത, കമ്പിയൊത്ത, ആദ്യവും അവസാനമൊക്കെ ഒത്ത നല്ല രീതിയിലുള്ള ചില വചനങ്ങളുണ്ട്. അത്തരം വചനങ്ങളെ കൊണ്ടുള്ള തറന്നും മൂളിപ്പാട്ടുകൾ എന്ന് പറയാം. അത് വഹിയ, അത്തരം കാര്യങ്ങൾ വഹിയ സബ്അത്തുൻ, അത് 7 എണ്ണമുണ്ട്. ഫദകറഹ, ബഹുമാനപ്പെട്ടവർ ആ 7 വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമായ ഭാഗം ഈ ശറയിൽ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഖാൽ, ആ 7 വിശദീകരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു തആല അൽ ഖാമിസു, 5ാമത്തെ കാര്യമാവുന്നു അസ്സമാഉ, കേൾക്കുക, ഫി ഉവൈഖാതിസ് സുറൂരി തഅകീദൻ ലിസ്സുറൂരി വതഹീജൻ ലഹു വഹുവ മുബാഹുൻ. ഹലാലായ കാര്യമാണ് സന്തോഷം. സന്തോഷിക്കൽ ഹലാലിന് അത്തരം കാര്യങ്ങളെ ഇളക്കി പുറപ്പെടുവിക്കുവാൻ വേണ്ടിയും ആ ഒരു സന്തോഷത്തെ നല്ലോണം ഉറപ്പിക്കുവാൻ വേണ്ടി, ശക്തി കൂട്ടാൻ വേണ്ടിയും സന്തോഷവേളകളിൽ പാട്ട് പാടുമ്പോൾ അത് കേൾക്കൽ സുന്നത്താണ്. ഓഹോ മുബാഹുൻ, അത് ഹലാലാണ്. ഇൻകാനദാലിക സുറൂർ മുബാഹൻ, ആ ഹലാൽ, ആ സന്തോഷം ഹലാലാണ് എങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ഉദാഹരിക്കാം? കൽഗിനാഇ ഫി അയ്യാമിൽ ഈദി, പെരുന്നാൾ ദിനങ്ങൾ പാട്ട് പാടും പോലെ. പെരുന്നാളിന്റെ ദിനങ്ങൾ നല്ല സന്തോഷമല്ലേ? വഫിൽ ഉർസി, കല്യാണ വേളകളിൽ അവിടൊക്കെ നമുക്ക് നല്ല സന്തോഷമല്ലേ? അത്തരം സന്തോഷങ്ങൾ ഹലാലാണല്ലോ. ആ ഹലാലായ സന്തോഷങ്ങളിൽ ഇസ്ലാമിക രീതിയിലുള്ളതായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കലും കേൾക്കലും ആസ്വദിക്കലും ആനന്ദം കൊള്ളലും മനസ്സ് കുളിർമയാവലും ഹലാല് തന്നെയാണ്. വഫീ വഖ്തി ഖുദൂമിൽ ഗായിബി, ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു, അല്ലെങ്കിൽ ഉപ്പ വരുന്നു, മോന് വരുന്നു, അല്ലെങ്കിൽ ഹജ്ജും ഉംറയും എല്ലാം കഴിഞ്ഞിട്ട് യാത്ര കൈത്തിരിച്ച് വരുന്നു. ഇങ്ങനെ അദൃശ്യമായി മറഞ്ഞുപോയ ഒരാൾ മുന്നിട്ട് വരിക. അങ്ങനെ വരുന്ന സമയത്തും സന്തോഷമല്ലേ? വഖ്തുൽ വലീമത്തി, അതുപോലെ തന്നെ സൽക്കാരവേളകൾ, വൽ അഖീഖത്തി, കുട്ടി ജനിച്ചിട്ട് അഖീഖത്തറുക്കുമല്ലോ എന്നൊക്കെ ആ വേളകളിലൊക്കെ നമുക്ക് സന്തോഷമുള്ള വേളകളിലാണ്, സന്തോഷിക്കേണ്ടതുമാകുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അവിടെയൊക്കെ പാട്ടുപാടി കൂടെ പാടാം. വകദാലിക ഇൻദ വിലാദത്തിൽ വലദി, കുട്ടിക്ക് ജന്മം നൽകി കുട്ടിയെ പ്രസവിച്ചു, ആ സമയത്തും വല്ലാത്തൊരു സന്തോഷം, നിഅമത്തല്ലേ, സന്തോഷിക്കാം. ആ സന്ദർഭങ്ങളിലും സന്തോഷത്തിന് വേണ്ടി പാട്ടുപാടി കൂടെ പാടാം, കേൾക്കാം. വഇൻദ ഖിതാനിഹി, കുട്ടിയെ ചേലാക്രമം ചെയ്യുന്ന സമയം സുന്നത്തെല്ലാം കഴിക്കുക, ആ സമയത്തും സന്തോഷമുണ്ട്. അത്തരം സന്തോഷങ്ങൾക്ക് വേണ്ടി പാടാനോ. വഇൻദ ഹിഫ്ളിഹിൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ മനപാഠമാക്കി നമ്മളെ കുട്ടി, ആ ഒരു സന്തോഷമുണ്ട് എങ്കിൽ ആ സന്തോഷവേളകളിലും നല്ല രൂപത്തിൽ പാട്ട് പാടാൻ വിരോധമില്ല. സന്തോഷങ്ങൾ പ്രകടമാക്കുക എന്ന കാരണത്തിന് വേണ്ടി ഈ പറഞ്ഞ സംഗതികളെല്ലാം പതിവായി ചെയ്യപ്പെടുന്നതാണല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല 5ാമതായി പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇലാ അൻഖാൽ, ബഹുമാനപ്പെട്ടവർ ഏതുവരെ പറഞ്ഞു? വയദുല്ലു അലാ ഹാദാ മിൻ നഖലി ഇൻഷാദുൻ നിസാഇ അലാ സുതൂഇ ബിദുഫി വല്ലൽഹാനി ഇൻദ ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അവർ രണ്ടുപേരും മദീന ചെല്ലുന്ന സമയം ആ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിൽ പാട്ടുപാടി ദഫ് കൊട്ടി ആനന്ദിക്കുകയും എതിരേൽക്കുകയും ചെയ്തിട്ടുണ്ട് മദീന സ്ത്രീകൾ. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? അതൊക്കെ അനുവദനീയമല്ലേ സന്തോഷവേളകളിൽ എന്ന് നമുക്കറിയാമല്ലോ. അത് മനസ്സിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ലല്ലോ. അവർ പാടിയ പാട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. ഈ പാട്ടാണ് മദീന സ്ത്രീകൾ പാടിക്കൊണ്ട് ദഫ് കൊട്ടി
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അസ്റഫുൽ ഖൽഖിനെയും വരവേറ്റത് സന്തോഷവേള. ഈ സന്തോഷവേളയിൽ ഇങ്ങനെ ചെയ്തത് നമുക്ക് തെളിവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവറുകൾ കേൾക്കൽ അനുവദനീയമായ 5ാമത്തെ കാര്യം വിശദീകരിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി. അതാണ് ഇവിടെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പാടലും നമ്മൾ നേരത്തെ പറഞ്ഞതായിരിക്കും ദഫടയും അല്ലാത്ത ചണ്ടയൊക്കെ പറഞ്ഞല്ലോ, അനുവദനീയമായതും പറ്റാത്തതും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഹപര വിജയം നൽകി നമ്മേവരെയും അനുഗ്രഹിച്ച് മുത്തുനബിയോടൊന്നിച്ച് ജന്നാത്തിന്റെ നഈമിൽ ഒരുമിച്ച് കൂടുവാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.